കേരള മഹാരാജ്യത്തിലെ പ്രിയപ്പെട്ട നാരി ജനങ്ങളെ, നിങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടനെ KSRTCയിൽ സൗജന്യ യാത്ര നടത്താൻ ആഗ്രഹിച്ച് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയാണല്ലോ VD സതീശന് കൊണ്ട് വോട്ട് ചെയ്തു കൊടുത്തത്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉടനടി നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്ന പരമാർത്ഥമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ VD സതീശൻ അല്ല മുഖ്യമന്ത്രിയാകുന്നത് എന്ന പരമാർത്ഥം കൂടി നിങ്ങൾ തിരിച്ചറിയണം. VD സതീശൻ മുഖ്യമന്ത്രിയാകില്ല എന്നും KC വേണുഗോപാൽ VD സതീശനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നും കൂടി നിങ്ങൾ അറിയണം. KC വേണുഗോപാൽ VD സതീശനെ കുറിച്ച് പറഞ്ഞത് വാക്ക് പാലിക്കാത്തവൻ, വാക്കിന് സ്ഥിരതയില്ലാത്തവൻ എന്ന ആക്ഷേപത്തോടു കൂടിയാണ് KC വേണുഗോപാൽ VD സതീശനെ പരിഹസിച്ച് പറയുന്നത്. KC വേണുഗോപാലിന് വേണ്ടി കൈപൊക്കിയ 46 MLA-മാരും VD സതീശൻ പറയുന്ന വാക്കിൽ ഉറപ്പില്ലാത്ത വ്യക്തിയാണ്, നിലപാടില്ലാത്ത വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഈ 5 ഗ്യാരണ്ടി ഉണ്ടല്ലോ, VD സതീശനും രാഹുൽ ഗാന്ധിയും ഒക്കെ വന്ന് പറഞ്ഞുപോയ 5 ഗ്യാരണ്ടി, KSRTC ബസ്സിൽ സൗജന്യ യാത്ര, പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, നാരീജനങ്ങളെ, തരുണി മണികളെ, നിങ്ങൾക്ക് ഒരിക്കലും KSRTC ബസ്സിൽ UDF-ന്റെ ഭരണകാലത്ത് സൗജന്യ യാത്ര സാധ്യമാവുകയില്ല. ഇപ്പോൾ തന്നെ 1 മാസത്തെ ശമ്പളം മുടങ്ങി. പാവം ഗണേഷ് കുമാർ എത്ര മോശപ്പെട്ട മന്ത്രിയാണെന്ന് ജനങ്ങൾ വിലയിരുത്തിയാലും, ധാർഷ്ട്യത്തിൻ്റെ പര്യായമാണെന്ന് NSS താലൂക്ക് യൂണിയൻ, കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ വിലയിരുത്തിയാലും, അവിടെ അയാൾ മന്ത്രിയായിരുന്നപ്പോൾ KSRTCയിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എന്താണ്, ഈ ഇലക്ഷൻ വന്നതുകൂടി ഓവർ ഡ്രാഫ്റ്റ് സംവിധാനം നടപ്പിലായില്ല. അതുകൊണ്ട് KSRTCയിലെ ജീവനക്കാർക്കാർക്കും ശമ്പളവും ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഗതാഗത മന്ത്രിയായിട്ട് ആര് വരുമെന്ന് അറിയില്ല. ഒന്നുകിൽ ശക്തനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അശക്തന്മാരോ ഒക്കെ വന്ന് ഗതാഗത മന്ത്രിയായി ഇരിക്കും. ശക്തൻ വന്നാലും മറ്റേതെങ്കിലും അശക്തന്മാർ വന്നാലും KSRTCയിലെ ജീവനക്കാർക്ക് പാളയിൽ കഞ്ഞി തന്നെയാണ്. അവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സർക്കാർ നേരിടാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, കെടുകാര്യസ്ഥതയായി തീരും KSRTC. അങ്ങനെ കുത്തുപാള എടുത്തിരിക്കുന്ന KSRTC ഇവിടെയുള്ള നാരീജനങ്ങൾക്ക് സൗജന്യ യാത്ര കൂടി അനുവദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ KSRTC ഏതെങ്കിലും ജീവനക്കാരെ അറിയാമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അങ്ങനെ എനിക്ക് പരിചയമുള്ള KSRTC ജീവനക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. KSRTCയിൽ കേരളത്തിലെ നമ്മുടെ സർക്കാർ പൊതു ഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ നടപ്പുള്ള കാര്യമല്ല. അതാണ് VD സതീശൻ പറയാതെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിനുണ്ട്. ഇനിയുമുണ്ട് വാഗ്ദാന പെരുമഴകളിലെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് പറഞ്ഞു. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത് നല്ല കാര്യമാണ്. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത്, പ്രത്യേക വകുപ്പ് രൂപീകരിച്ച വേറെ ഏതെങ്കിലും വകുപ്പിനോടൊപ്പം കെട്ടിച്ചേർത്ത്, ഇനിയിപ്പോൾ സാമൂഹിക സുരക്ഷാ വകുപ്പൊക്കെ ഉണ്ടല്ലോ, വനിതാ ശിശു സാമൂഹിക സുരക്ഷാ വകുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതിനോടെങ്ങാനും ഏച്ചുകെട്ടി ഒരു മന്ത്രിയെയും നിശ്ചയിച്ചു കൊടുക്കും. ആ വകുപ്പിൽ എന്തായിരിക്കും നടക്കുക എന്ന് കൃത്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനി 1000 രൂപ പോക്കറ്റ് മണി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കൗമാരക്കാരികളുണ്ട്, കോളേജ് വിദ്യാർത്ഥിനികളുണ്ട്. അവരുടെ അവസ്ഥയും ഗോവിന്ദ തന്നെയാണ്. അതുപോലെ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, ഇതൊക്കെ കൊണ്ടാണല്ലോ നിങ്ങൾ കൊണ്ട് വോട്ട് കുത്തിക്കൊടുത്തത്. ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന വേദനാജനകമായ സത്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങളെ അടിമുടി കബളിപ്പിക്കുകയും കണ്ണിൽ മണ്ണല്ല മുളകുപൊടി വിതറിയാണ് ഈ വോട്ട് ചെയ്യിച്ചതെന്നുള്ള പരമാർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കുക.